നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഇടനിലക്കാരെ ഒഴിവാക്കി സിനിമകളുടെ വിതരണം നേരിട്ട് ഏറ്റെടുക്കാൻ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. സംഘടനയുടെ ചെയർമാൻ കൂടിയായ ദിലീപിന്റെ കെയർടേക്കറാണ് ഫിയോക് വിതരണ കമ്പനി തിയേറ്ററുകളിലെത്തിക്കുന്ന ആദ്യ ചിത്രം. വിതരണ കമ്പനിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ തിയേറ്റർ ഉടമകൾ നാളെ കൊച്ചിയിൽ യോഗം ചേരുന്നുണ്ട്. കെയർടേക്കറിന്റെ ഓഡിയോ ലോഞ്ച് നടക്കുന്ന ഏപ്രിൽ 18-ന് വിതരണ കമ്പനിയുടെ ലോഗോ പ്രകാശനം ചെയ്യും. മലയാളത്തിലെ മിക്ക നിർമ്മാതാക്കൾക്കും സ്വന്തം വിതരണ കമ്പനികളുണ്ട്. അതിനാൽ വിതരണ കാര്യത്തിൽ നിർമ്മാതാക്കളുമായി നേരിട്ട് കരാറിലേർപ്പെടുന്നത് സാമ്പത്തികമായും ഗുണം ചെയ്യുമെന്നാണ് ഫിയോക്കിന്റെ വിലയിരുത്തൽ. രജനീകാന്ത് നായകനായ ജയിലറിന്റെ കേരളത്തിലെ വിതരണാവകാശം സ്വന്തമാക്കാൻ ഫിയോക്ക് മുൻപ് ശ്രമിച്ചിരുന്നു. എന്നാൽ സംഘടനയിലെ ചില അംഗങ്ങൾ എതിർത്തതോടെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും തിയേറ്റർ ഉടമകൾക്കും ഇടയിലുള്ള പാലമായിരുന്നു വിതരണക്കാരുടെ സംഘടനയായ ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ. എന്നാൽ അഴിമതി ആരോപണത്തെ തുടർന്ന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ സർക്കാർ പിരിച്ചുവിട്ടു. ചെറുകിട സിനിമകളുടെ റിലീസ് ചാർട്ടിങ്ങിന് പോലും ചില വിതരണക്കാർ 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ വാങ്ങിയെന്നായിരുന്നു ആരോപണം. ഇതിനു പുറമെ പോസ്റ്റൽ പതിക്കൽ, പരസ്യ ബോർഡുകൾ സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്ക് വേറെയും തുക നൽകണമായിരുന്നു. മികച്ച അഭിപ്രായമുയർന്ന ചെറിയ ബജറ്റ് സിനിമകൾക്ക് പ്രധാനപ്പെട്ട ഷോകൾ കിട്ടാത്ത സ്ഥിതിയും വന്നു. ഇതോടെയാണ് ഇടനിലക്കാരെ ഒഴിവാക്കി സിനിമകളുടെ വിതരണം ഏറ്റെടുക്കാൻ ഫിയോക് തീരുമാനിച്ചത്. ഫിയോക് സിനിമ വിതരണം ഏറ്റെടുക്കുന്നതിനെ സ്വാഗതം ചെയ്യുന്നതായി നിർമ്മാതാവും വിതരണക്കാരനുമായ സിയാദ് കോക്കർ ദ ഫോർത്തിനോട് പ്രതികരിച്ചു. അതുകൊണ്ട് വിതരണക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. എല്ലാ സിനിമയും ഫിയോക്കിന് നേരിട്ട് ഏറ്റെടുക്കാൻ കഴിയില്ലല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു.